പന്നിയെ അടിച്ചുകൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയാണ് മുള്ളൻ പന്നിയെ അടിച്ചുകൊന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി ചേരുകയാണ്. ജിബിൻ, വെള്ളനാട് ശശി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കഴിഞ്ഞ ദിവസം ആക്രോശിച്ച് എത്തുന്ന രംഗങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഇപ്പോഴിതാ ഒരു മുള്ളൻ പന്നിയെ അടിച്ചു കൊന്നിരിക്കുകയാണ്. വനം വന്യജീവി സംരക്ഷണ നിയമമൊന്നും ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് അറിയാത്തതാണോ, അതോ തനിക്കതൊന്നും ബാധകമല്ല എന്ന് കരുതിയാണോ ഇത്തരം ഒരു ആക്രമണം നടത്തിയത്? ദിലീപ് കുമാർ, അത് തന്നെയാണ്. കാരണം ഈ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് എല്ലാ കാലത്തും ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വെള്ളനാട് ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയുള്ള ആ പ്രശ്നം, അതുപോലെ ഏകദേശം ഒരു 6 മാസം മുമ്പാണ് വെള്ളനാട് സ്വദേശിയായിട്ടുള്ള ഒരു അമ്മയും മകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ സംഭവത്തിന് വെള്ളനാട് ശശി നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളനാട് സ്വദേശിയായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ഇന്ന് പുലർച്ചയോട് കൂടിയാണ് മുള്ളൻ പന്നി എത്തിയത്. മുള്ളൻ പന്നി അറിഞ്ഞ വീട്ടുകാർ ഈ വിവരം അപ്പോൾ തന്നെ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിരുന്നു. അവർ ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്താമെന്നുള്ള ഒരു വിവരം കുടുംബത്തിനും അറിയിച്ചിരുന്നു. പക്ഷേ ഈ മുള്ളൻ പന്നി വീട്ടിലേക്ക് എത്തിയ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിയ വെള്ളനാട് ശശി സമീപത്തുണ്ടായിരുന്ന ഒരു വടി എടുത്തുകൊണ്ട് മുള്ളൻ പന്നിയെ അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ മുള്ളൻ പന്നി നേരത്തെ തന്നെ ഏതോ ഒരു വാഹനം കയറിയിരുന്നു. അപ്പോൾ മരിച്ചിട്ടുണ്ടോ, അതിന്റെ ജീവൻ നഷ്ടമായോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കമ്പ് ഉപയോഗിച്ച് അടിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുള്ളൻ പന്നി ജീവനോട് കൂടി ഈ വീടിന്റെ അകത്തേക്ക് കയറി ആ ഒരു ഭാഗത്തേക്ക് ഇരിക്കുന്നു. അപ്പോഴാണ് ഈ വെള്ളനാട് ശശി അങ്ങോട്ടേക്ക് എത്തുകയും കയ്യിലുണ്ട് സമീപത്ത് നിന്ന് എടുത്ത ഒരു വടി ഉപയോഗിച്ച് ഈ മുള്ളൻ പന്നിയെ അടിച്ചു കൊല്ലുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും മുള്ളൻ പന്നി എന്ന് പറയുന്നത് അത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു കേസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ജീവനോട് കൂടി ഒരു വന്യമൃഗത്തെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസ് കൂടിയാണ്. എന്തായാലും വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ദിലീപ് കുമാർ. ജിബിൻ, ഈ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ഈ നിലയിൽ നിയമ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ CPIM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് വെള്ളനാട് ശശി. പക്ഷേ CPIM ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നേരത്തെ സംഭവിച്ചിട്ടുള്ള വിവാദങ്ങളിലായാലും CPM-ന്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ അത് നേരത്തെ തന്നെ അത് മരിച്ചതാണ്, അതിന് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇത്തരത്തിൽ ക്രൂരമായ തല്ലിലൂടെ എന്നാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇപ്പോഴെങ്കിലും CPIM ഒരു നടപടി എടുക്കുമോ, അല്ലെങ്കിൽ CPIM ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന നടത്തുമോ എന്ന് നമുക്ക് കരുതാമോ? ദിലീപ് കുമാർ, കാരണം ഈ വെള്ളനാട് ശശിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്തൊന്നും തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുക അല്ലെങ്കിൽ ഒരു വിശദീകരണം പോലും വെള്ളനാട് ശശിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ വെള്ളനാട് മുണ്ടേല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രസിഡന്റിന്റെ ആത്മഹത്യയിൽ കുടുംബം തന്നെ ആരോപണം ഉന്നയിച്ചത് വെള്ളനാട് ശശിക്കെതിരെയാണ്. കാരണം വെള്ളനാട് ശശി കോൺഗ്രസിന്റെ ഭാഗമായി നിന്നപ്പോൾ ആ ബാങ്കിൽ നിന്ന് അനധികൃതമായി പണം കൈവശപ്പെടുത്തി ആ പണം തിരികെ നൽകിയില്ല എന്ന് ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ച ശേഷമാണ് മുണ്ടേല സഹകരണ ബാങ്ക് പ്രസിഡന്റ് തന്നെ അന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വെള്ളനാട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ രണ്ട് സംഭവത്തിലും പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം വെള്ളനാട് ശശിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.